السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنا أرسلنا عليهم ريحا صرصرا في يوم نحس مستمر تنزع الناس كأنهم أعجاز نخل منقعر فكيف كان عذابي ونذر. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിച്ചു പോയത്. മഹാനായ ആ പ്രവാചകൻ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൃത്യമായി അല്ലാഹുവിന്റെ ആദർശം, ആ തൗഹീദും അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളും ആ ജനങ്ങളോട് അനവധി തവണ പറഞ്ഞുവെങ്കിലും ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഭീഷണികളാണ് ഉണ്ടായിത്തീർന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. ഏത് ഭീഷണിയുടെ മുമ്പിലും പതറാതെ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടിയുറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, അവർ നടത്തിയ ഭീഷണിയെ വളരെ കൃത്യമായി തന്നെ നേരിടുകയും അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തെ കൈമുതലാക്കിക്കൊണ്ട് വളരെ കൃത്യമായി അവരെ വെല്ലുവിളിക്കുകയും ചെയ്ത ചരിത്രമാണ് ഹൂദ് എന്ന പേരിൽ തന്നെയുള്ള അധ്യായത്തിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവര് പറഞ്ഞു, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസൂഅ് ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ് വശ്ഹദൂ അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻളിറൂൻ ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ആ ജനങ്ങൾ പറഞ്ഞു ഹൂദ് നബിയോട്, ഇന്നഖൂലു, ഞങ്ങൾക്ക് പറയാനില്ല, ഇല്ല ഇത്തറാക്ക, ഞങ്ങൾ എന്തേ പറയുന്നുള്ളൂ, ഇല്ലാ ഇത്തറാക്ക ബഅദു ആലിഹതിനാ ബിസൂഅ്, ഞങ്ങളുടെ ആരാധ്യന്മാരിൽ, ഞങ്ങളുടെ ഇലാഹുകളിൽ ചിലത് നിനക്ക് വിഷമം ബാധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആരാധ്യന്മാരെ നീ ചീത്ത പറയുകയാണ്, ഞങ്ങളുടെ ആരാധ്യന്മാരെ ഒഴിവാക്കണമെന്നാണ് നീ പറയുന്നത്. നിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വിളിച്ചാരാധിച്ചു പ്രാർത്ഥിച്ചു പോരുന്ന ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ കൈയൊഴിക്കണമെന്നാണോ? അത് ഞങ്ങൾ കൈയൊഴിക്കൂല എന്ന് പറഞ്ഞിട്ട് അവര് പറയാണ്, നിനക്ക് ബാധിച്ചിരിക്കുന്നു ഞങ്ങളുടെ ചില ഇലാഹുകളുടെ ദോഷം നിനക്ക് ബാധിച്ചതായിട്ടല്ലാതെ ഞങ്ങൾ കാണുന്നില്ല. നിനക്ക് അവരിൽ നിന്ന് എന്തോ ബാധിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് നിനക്ക് കുരുത്തക്കേടാണ്, നിനക്ക് അവരിൽ നിന്ന് ശാപം ബാധിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ജനത പേടിപ്പിക്കാൻ നോക്കുകയാണ്. ആ വാചകത്തിൽ തന്നെ ചില പ്രത്യേകമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവര് എഴുത്തറാത്ത ആലിഹത്തുനാ ബിസൂഇൻ എന്നല്ല അവര് പറയുന്നത്. ഞങ്ങളുടെ ഇലാഹുകളുടെ ഒക്കെ കുരുത്തക്കേട് ശാപം നിനക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം അവരെങ്ങനെയാ പറഞ്ഞത്? ഇന്നഖൂലു ഇല്ലഅ്തറാക ബഅദു ആലിഹത്തിനാ ബിസൂഇ, ഞങ്ങളുടെ ആരാധ്യന്മാരിൽ ചിലതിന്റെ ശാപം നിനക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് അവര് പറയുന്നത്. ആ ചിലത് എന്ന് പറഞ്ഞതിൽ തന്നെ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കൂടുതൽ ഭീഷണി അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ ഇവിടെ വ്യാഖ്യാനം കൊടുത്തത്. തഹ്ദീദൻ ലഹു, അദ്ദേഹത്തെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കുകയാണ്. വഇശാറത്തൻ, അതിലൊരു സൂചനയുണ്ട്. എന്താ സൂചന? ഇലാ അന്നഹു ലൗ തസദ്ദത് ലഹു ജമീഉൽ ആലിഹ ലാഹിലക്തുഹു ഇഹ്ലാക. ഏതാനും ചില ആളുകളുടെ ദോഷം മാത്രമേ ഇപ്പൊ നിനക്ക് ബാധിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ മുഴുവൻ ഇലാഹുകളും കൂടെ നിന്റെ നേരെ തിരിഞ്ഞാലുണ്ടല്ലോ നിന്നെ ഇവിടെ കാണാൻ കിട്ടൂല എന്ന ഒരു ധ്വനി അതിലുണ്ട്. ആ നിലക്കുള്ള ഭീഷണിയാണ് അവര് നടത്തുന്നത്. ഏത് കാലത്തും പറയപ്പെടുന്ന വാദം മഹാന്മാരായ ഇസ്ലാമിക പ്രബോധകന്മാരോട് അതാത് കാലഘട്ടങ്ങളിലുള്ള ശത്രുക്കൾ എടുക്കുന്ന അവസാനത്തെ ആയുധമാണ്. നിനക്ക് അത് ബാധിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ദഅ്വാ രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്ന മറുപടി ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ്, ഞാനിതാ അല്ലാഹനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു. ജനങ്ങളോട് അദ്ദേഹം പറയുന്നു, ഞാൻ അല്ലാഹനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു. വഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യം വഹിച്ചോളൂ. അന്നീ ബരീഉം മിമ്മാ തുശ്രികൂന മിൻ ദൂനിഹി, അള്ളാഹുവിന്റെ പുറമേ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന നിങ്ങളുടെ സർവ്വ ആരാധ്യന്മാരിൽ നിന്നും ഞാനിതാ ഒഴിവായതായി പ്രഖ്യാപിക്കുന്നു. എനിക്കവരുമായിട്ടൊരു ബന്ധവുമില്ല, അവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല, അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അള്ളാഹനെ സാക്ഷി നിർത്തി. നിങ്ങളും സാക്ഷിയാണ്, കേട്ടോളൂ. എനിക്കവരെ ഒരു പേടിയുമില്ല, എനിക്കവരെ ഒന്നിനെയും ആദരിക്കേണ്ട കാര്യവുമില്ല. എന്റെ റബ്ബല്ലാത്ത നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ആരെയൊക്കെ കാരണത്താൽ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവോ, അതിൽ നിന്നെല്ലാം ഞാനിതാ ഒഴിവായിരിക്കുന്നു. ശിർക്കിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒഴിവായ പ്രഖ്യാപനം എന്നെ അതിന് കിട്ടൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല, ഫകീദൂനി ജമീഅ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ എനിക്കെതിരെ തന്ത്രം പ്രവർത്തിച്ചോളൂ. നിങ്ങൾ മാത്രല്ല, നിങ്ങളുടെ ദൈവങ്ങളും എല്ലാരും കൂടെ എനിക്കെതിരെ അങ്ങ് തിരിഞ്ഞോളൂ. സുമ്മ ലാ തുൻളിറൂൻ, എനിക്ക് നിങ്ങളൊരു താമസവും തരണ്ട, ഇനി സമയം വൈകിക്കണ്ട, എന്റെ പേരിൽ എന്താണെങ്കിൽ ചെയ്തോളൂ, നിങ്ങളുടെ തന്ത്രം എന്താണെങ്കിൽ പ്രയോഗിച്ചോളൂ. നിങ്ങൾ മാത്രല്ല, നിങ്ങളുടെ ഇലാഹുകളെയും കൂട്ടിക്കോളൂ, എനിക്കതൊന്നും ഒരു പേടിയുമില്ല. എന്താ കാരണം? ഞാൻ നിങ്ങളെയും പേടിക്കുന്നില്ല, നിങ്ങളുടെ ഇലാഹുകളെയും പേടിക്കുന്നില്ല. കാരണമുണ്ട്. ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ തവക്കുലാക്കിയ മനുഷ്യനാണ്. ഞാൻ അല്ലാഹുവിൽ എന്റെ എല്ലാം ഏൽപ്പിച്ചയാളാണ്. ആ അല്ലാഹ് ആരെന്നറിയാമോ? റബ്ബീ വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും നാഥനാണ്. എന്നെ പടച്ചതും നിങ്ങളെ പടച്ചതുമായ ഖാലിഖായ എന്റെ റബ്ബിലാണ് ഞാൻ ബരമേൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എന്തിന് നിങ്ങളെ പേടിക്കണം? എന്റെ കാര്യം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ റബ്ബിലാണ്. എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. എന്തു വേണമെങ്കിൽ ചെയ്തോ, എന്ത് തന്ത്രങ്ങൾ വേണമെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ ഒന്നായി തന്നെ സംഘടിച്ചുകൊണ്ട് ചെയ്താലും എനിക്ക് ഭയമില്ല. കാരണം ഞാൻ എന്റെ റബ്ബിൽ തവക്കുലാക്കി കഴിഞ്ഞു. ആ റബ്ബിന്റെ പ്രത്യേകതയും കേട്ടോളൂ. മാമിൻ ദാബത്തിൻ, ഈ ലോകത്ത് ഒരു ജന്തുവുമില്ല, ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ,
അതിന്റെ മൂർധാവ് ആ റബ്ബിന്റെ കൈകളിലല്ലായിട്ടല്ലാതെ ആ റബ്ബിന്റെ പിടുത്തത്തിലാണ്. നാസിയത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ തലയുടെ മുകളിൽ അവന്റെ മുടിക്കുടുമയുടെ ഭാഗമാണ്. എല്ലാ ജീവികളുടെയും നിയന്ത്രണം അല്ലാഹുവിന്റെ കൈകളിലാണ്. അതുകൊണ്ട് എന്റെ റബ്ബിന്റെ കൈകളിലാണ് ഞാനുള്ളത്, നിങ്ങളുള്ളത്, നിങ്ങളുടെ ഇലാഹുകൾ എന്ന് പറയപ്പെടുന്നവരുള്ളത്. ലോകത്തുള്ള ഏത് ജീവജാലങ്ങളും അള്ളാന്റെ കൺട്രോളിലും അവന്റെ പിടുത്തത്തിലുമാണെങ്കിൽ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയമായും എന്റെ റബ്ബ് നേരായ റൂട്ടിലൂടെ പോകുന്നവനാണ്. എന്റെ റബ്ബ് നേരായ റൂട്ടിലേ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബ് അനീതി ചെയ്യൂല. എന്റെ റബ്ബ് ആദിലാണ്, ഹക്കീമാണ്, നീതിമാനാണ്. എന്റെ റബ്ബ് അവന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ കൈവടിയൂല. അവന്റെ മാർഗത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ സഹായിച്ചിട്ട് അവന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവരെ അവൻ നശിപ്പിക്കൂല. ഞാൻ ആ ഉറച്ച വിശ്വാസക്കാരനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവുന്നത് എന്താണെങ്കിൽ എനിക്കെതിരെ കുതന്ത്രങ്ങൾ ചെയ്തോ, എനിക്ക് പേടിയില്ല. ഇനിയും അദ്ദേഹം പറയാണ്, ഫഇൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിയാനാണ് ഭാവമെങ്കിൽ, ഇതൊക്കെയും ഞാൻ പറഞ്ഞു തന്നിട്ടും നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങൾക്ക് എന്തൊന്ന് എത്തിച്ചു തരണമെന്നാണോ ഞാൻ അയക്കപ്പെട്ടപ്പോൾ എന്നോട് കൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു. വയസ്തഖ്ലിഫു റബ്ബി, എന്റെ റബ്ബ് പകരം കൊണ്ടുവരുന്നതാണ് ഖൗമൻ ഗൈറക്കും. നിങ്ങളല്ലേ വിശ്വസിക്കാത്തതുള്ളൂ? വിശ്വസിക്കുന്നവര് ജനതയെ റബ്ബിന് പകരം കൊണ്ടുവരും. വലാ തദുറൂനഹു ശൈആ, വലാ തദുറൂനഹു ശൈആ, അല്ലാഹനെ ഒരു നിലക്കും ഉപദ്രവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇന്ന റബ്ബി അലാ കുല്ലി ശൈഇൻ ഹഫീള്, നിശ്ചയമായും എന്റെ റബ്ബ് എല്ലാ കാര്യത്തും കാത്തുരക്ഷിക്കുന്ന, എല്ലാത്തിനും കാവൽ നൽകുന്ന, എല്ലാത്തിനും ഹഫീളായ റബ്ബാണ് എന്റെ റബ്ബ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, അദ്ദേഹത്തിന്റെ അടിയുറച്ച ഈമാനാണ് ഈ വാക്കുകളിൽ കാണുന്നത്. നല്ല സിഖത്തുൻ, സിഖത്ത്, നല്ല രൂപത്തിലുള്ള കാമിലായ താമായ സിഖത്ത്, തവക്കുലുൽ അദീം, വമ്പിച്ച വലിയ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള തവക്കുല്, എല്ലാം നിറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തുന്നത്. ആവുന്നത് കൂട്ടിക്കോ, എനിക്കെതിരെ എന്തു വേണമെങ്കിൽ ചെയ്തടാ, ഞാൻ നിങ്ങളെ പേടിക്കേണ്ട കാര്യം എന്തെനിക്ക്? നിങ്ങളുടെ ഈ ഭീഷണിയുടെ മുമ്പിൽ പതറാൻ ഹൂദിനെ കിട്ടില്ല. കാരണം ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലാണ്, അവന് ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് സഹോദരന്മാരെ നമുക്കെല്ലാം ഒരു പാഠമാണ്. നിങ്ങളെ മൂക്കിൽ വലിച്ചു കളയുന്നു പറയുന്ന ആളുകളുണ്ട്, ഇനി നിങ്ങളെ കാണൂല എന്ന് പറയുന്ന ആളുകളുണ്ട്, നിങ്ങളുടെ എല്ലാം ഇതോടെ അവസാനിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്, നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അള്ളാന്റെ ദീന് പറയുന്നവരുടെ നാവടക്കാനും റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ രംഗത്ത് നിന്ന് തളർത്തിയൊന്ന് പിന്മാറ്റിക്കാനും വേണ്ടി ആളുകൾ കുതന്ത്രം മെനയുമ്പോൾ ധീരമായ മറുപടിയാണ് മുഅ്മിനീങ്ങൾ മനസ്സിനെ പഠിപ്പിക്കേണ്ടതും പറയേണ്ടതും. പറയണം മനുഷ്യരോട്, സ്വന്തത്തെ പഠിപ്പിക്കണം. ഇന്നീ തവക്കൽതു അലല്ലാഹ് റബ്ബീ വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ. ഞാൻ എന്റെ റബ്ബിൽ, നിങ്ങളുടെയും എന്റെയും റബ്ബിൽ ഞാനെല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്. ലോകത്തുള്ള ഏതെങ്കിലും ആളുകളോ ഏതെങ്കിലും ജീവികളോ ഏതെങ്കിലും വസ്തുക്കളെ കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ദ്രോഹിക്കാൻ മെനക്കെടുന്നത്? അവയുടെയൊക്കെയും കൺട്രോൾ ഞാൻ ഏൽപ്പിച്ച റബ്ബിന്റെ കൈകളിലാണെങ്കിൽ പിന്നെ ആ റബ്ബ് വിചാരിക്കാതെ വല്ലതും നിങ്ങൾക്ക് നടത്താനൊക്കുമോ? എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്നാണ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുക്കുന്നത്. ഇതേ മറുപടി മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള ഫിത്ന നൂഹ് നബി അലൈഹി സ്വലാമിനെ പീഡിപ്പിക്കാനും ആ രൂപത്തിൽ കുതന്ത്രം മെനയാനും ശ്രമിച്ചപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അന്ന് പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ വേണം. മുമ്പ് പറഞ്ഞതാണ്, ഫഅലല്ലാഹി തവക്കൽതു ഫഅജ്മിഉ അംറകും വശുറകാഅകും സുമ്മ ലാ യകുൻ അംറുകും അലൈകും ഉമ്മതൻ സുമ്മ ഖുദൂ ഇലയ്യ വലാ തുൻളിറൂൻ.
ഇതേ ആശയമാണ് അന്ന് നൂഹ് നബി അലൈഹിസ്സലാമും പറഞ്ഞത്. നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും എല്ലാരും കൂടെ എനിക്കെതിരെ അങ്ങ് ഒരുമിച്ച് കൂട്ടിക്കോളൂ, ഒരിക്കലും ഇനി താമസിക്കണ്ട, എന്നിട്ട് തീരുമാനം വേഗം എടുത്തേക്ക്, എന്നെ അങ്ങ് നശിപ്പിക്കാൻ നോക്കിയേക്ക്, ഞാനതുകൊണ്ടൊന്നും കുലുങ്ങുന്നയാളല്ലെന്ന് നൂഹ് നബി അന്ന് പറഞ്ഞു. ആ മഹാനായ പിതാവിന്റെ നൂഹ് എന്ന പ്രവാചകന്റെ ആ പാരമ്പര്യത്തിൽ നിലകൊള്ളുന്ന ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അത് തന്നെ ജനങ്ങളോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ സഹാബിയുടെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞില്ലേ, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. നീ അറിയണം, അന്നൽ ഉമ്മത ഒരു സമുദായം മുഴുവനും ലവിജ്തമഅത് അവർ ഏകോപിച്ചാലും അലാ അൻ യദുറൂക നിന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കണം, നിന്നെ പീഡിപ്പിക്കണം, നിന്നെ വിഷമിപ്പിക്കണം, നിന്നെ ഒന്ന് മൂലക്കിരുത്തണം, നിന്നെ ഒന്ന് അരിക്കാക്കണം, നിന്നെ ഒന്ന് പ്രയാസപ്പെടുത്തണം എന്ന് ഒരു സമൂഹം മുഴുവനും തീരുമാനിച്ചാൽ പോലും ലം യദുറൂക നിന്നെ ഉപദ്രവിക്കാനും നിന്നെ പ്രയാസപ്പെടുത്താനും അവർക്ക് സാധിക്കില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. അല്ലാഹ് നിന്റെ മേൽ നടപ്പിലാക്കാൻ വിചാരിച്ച വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അല്ലാതെ ഇവന്മാര് ലോകത്ത് മുഴുവനും കൂടി വിചാരിച്ചാലും ഒരു പോറലും ഏൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമുക്ക് ആശ്വാസവും ധൈര്യവും കരുത്തും പകരണം. നമ്മളൊക്കെ പതറിപ്പോകും പലപ്പോഴും. അവൻ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോഴേക്ക് പിന്നെ മുണ്ടൂല, നാട്ടിൽ ആദർശം പറയൂല, നാട്ടിൽ ചെന്നാ മുണ്ടൂല, കുടുംബത്തിൽ പറയൂല, ആരോടും മുണ്ടൂല, ഒന്നും സംസാരിക്കൂല, ആദർശമൊന്നും പറയൂല. എന്താ പറഞ്ഞാ അവൻ അങ്ങനെയൊക്കെ മൂത്താപ്പ അങ്ങനെയൊക്കെ വെളാപ്പ ഇടിക്കും, മറ്റാള് തൊഴിക്കും, അവിടെ ബഹിഷ്കരിക്കും, ഇവിടെ മഹല്ലെന്ന് പുറത്താക്കും, അവിടെ ഖബർസ്ഥാനിൽ നിന്ന് ബഹിഷ്കരണം ഉണ്ടാകും, അവിടെ മയ്യത്ത് ഖബറടക്കൂല, മയ്യത്ത് നിങ്ങൾ വീട്ടിലെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണികളും പലയിടത്തുനിന്നും മുഴക്കുമ്പോ എന്നാ പിന്നെ ഈ ആദർശം അള്ളാന്റെ ദീനൊന്നും പറയണ്ടെന്ന് വിചാരിക്കല പലരും. വേണ്ടാനാ ഇസ്ലാം പറയുന്നത്, റബ്ബിൽ തവക്കുലാക്ക്, അള്ളയല്ലേ, അള്ളാഹുവിൽ തവക്കുലാക്ക്. ലോകം മുഴുവനും കൂടെ നിനക്കെതിരെ തിരിഞ്ഞാലും നിന്നെ ഒന്നും ചെയ്യാനാവില്ല. നിന്നെ സൃഷ്ടിച്ച ഖാലിഖായ റബ്ബ് വിചാരിച്ചതല്ലാത്തതൊന്നും നിന്റെ മേൽ നടപടിയെടുക്കാൻ ഒരു മഖ്ലൂഖിനും സാധ്യമല്ലെന്ന് സ്വന്തത്തെ പഠിപ്പിച്ച് സംതൃപ്തി അടയണം. ആ ഉറച്ച തവക്കുല് വേണം, റബ്ബിലുള്ള പരിപൂർണമായ നല്ല ഉറപ്പ് വേണം. അവർക്കേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അമ്പിയാക്കളുടെ പാത അതാ, അതിനാ അമ്പിയാക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നു. ഇവർക്കൊക്കെ നമുക്കൊക്കെ ഒന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമുക്കൊന്ന് പരവതാനി വിരിച്ച ദഅവത്തല്ലേ നടക്കുന്നത്. എവിടെയും നമുക്ക് എല്ലാ അർത്ഥത്തിലും സൗകര്യങ്ങളുടെ ലോകത്താണ് നമ്മൾ ദഅവത്തിനെടുക്കുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരോ വളരെ ക്ലേശവും പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ച് ആരും സഹായിക്കാനില്ലാത്ത ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം അതും പാവങ്ങൾ, പണക്കാരും സമ്പന്നരും പ്രമാണിവർഗവും ഒക്കെ അപ്പുറത്ത്, എന്നിട്ടും മഹാന്മാരായ പ്രവാചകന്മാർക്ക് ധീരമായി മറുപടി പറയാൻ സാധിച്ചുവെങ്കിൽ അതവരുടെ ഈമാനിന്റെ കരുത്താണ്, അത് റബ്ബിലുള്ള അവരുടെ തവക്കുലിന്റെ പവറാണ്. നമുക്ക് ഭൂരിപക്ഷങ്ങളുടെയും എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ പോലും പലപ്പോഴും പതറിപ്പോകുന്നത് നമ്മുടെ ഈമാനിന്റെ ദുർബലതയാണ്, നമ്മുടെ തവക്കുലിന്റെ പോരായ്മയാണ്. അത് നേടിയെടുക്കണം. അമ്പിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞോടത്ത് ഖുർആൻ പറഞ്ഞില്ലേ, ഫബിഹുദാഹു മുഖ്തദി, അവരുടെ സന്മാർഗത്തെ മാതൃകയെ നീ പിൻപറ്റണം, അതിനെ നീ മാതൃകയാക്കിക്കോ എന്നല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ ഇത് ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ ഒരുങ്ങുന്ന വേളകളിലൊക്കെ ആ നന്മകളിൽ നിന്ന് നമ്മെ പല ഭീഷണികളും പറഞ്ഞിട്ട് വഴിമുടക്കിയിട്ട് ആ രംഗത്ത് നിന്ന് പിറകോട്ട് വലിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി ഓർക്കണേ.
ഹൂദ് നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി ഓർക്കണേ. ഇനി വരാൻ പോകുന്ന ചരിത്രത്തിലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം കൊടുത്ത മറുപടി ഓർക്കണം. വേണ്ട, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും മുഅ്മിനീങ്ങളും ഒരു യുദ്ധത്തിന്റെ തളർച്ചയുമായി കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന, വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്തും ആ രാജ്യത്തുള്ള ശത്രുക്കൾ പറഞ്ഞല്ലോ, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകളൊക്കെ ഇതാ മദീനത്തേക്ക് വരാനൊരുങ്ങുകയാണ്. മദീനയിലുള്ള മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബത്തിനെയും നശിപ്പിക്കാനും തകർക്കാനും മദീനയെ അറ്റാക്ക് ചെയ്യാനും അതാ വമ്പിച്ചൊരു സൈന്യം വരുന്നുണ്ട് എന്ന കിംവദന്തി പ്രചരിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബിമാരുടെയും നാവടക്കാനും അവരെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിന്ന് അവരെ ഭീഷണിയിലൂടെ ഈ രൂപത്തിലുള്ള പ്രചരണത്തിലൂടെ പിൻവലിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്? അവർക്ക് ഈമാൻ കൂടി. ജനങ്ങൾ ഇങ്ങനെ പറയണത്, നിങ്ങൾ നശിക്കാൻ പോവുകയാണ്, നിങ്ങളെപ്പം തളർത്തും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങൾ ഒന്നുമല്ലാതായി തീരുകയാണ്, നിങ്ങൾക്ക് ഇനി ഒരു സ്ഥാനവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങളുടെ അഡ്രസ് തീരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയാണോ? എന്നാ പിന്നെ പേടിച്ച് മാളത്തിൽ ഒളിക്കുമെന്നാ ശത്രുക്കൾ വിചാരിച്ചത്. പക്ഷേ ഹബീബായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തിനും ആ പ്രചരണം കേട്ടപ്പോൾ തളർച്ചയല്ല വാദിച്ചത്, തളർച്ചയല്ല അവർക്ക് വർദ്ധിച്ചത്. ഫസാദഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ആ പ്രചരണമൊക്കെ ചെയ്തത്. മാത്രമല്ല വഖാലു, അവര് പ്രഖ്യാപിക്കുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, എല്ലാം ഏൽപ്പിക്കാൻ എത്ര നല്ല വക്കീലാണവൻ എന്ന് പറഞ്ഞു. ആ കരുത്ത്, ആ ദിക്ർ, ആ പ്രഖ്യാപനം, നമുക്ക് അല്ലണ്ടടാ, അല്ലണ്ട്. നമുക്ക് എല്ലാത്തിന്റെയും, ഏത് കുതന്ത്രക്കാരന്റെയും മുകളിൽ അല്ലയുണ്ട്, ഏത് തന്ത്രശാലിയുടെയും മുകളിൽ അല്ലയുണ്ട്, ഏത് രൂപത്തിലുള്ള സ്വാധീനക്കാരന്റെയും മുകളിൽ അല്ലയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു മനസ്സ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ പറ്റിയ നാഥൻ എത്ര നല്ലവനാണ്, എത്ര നല്ല വക്കീലാണവൻ, എത്ര നല്ല വക്കീലാണവൻ എന്ന് മനസ്സിനെ പഠിപ്പിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തിനും സാധിച്ചത് അവരുടെ നല്ല ദൃഢമായ ഈമാനാണ്, പൂർണ്ണമായ തവക്കുലാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒന്നും അവർക്ക് സംഭവിച്ചില്ലല്ലോ. ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹി വഫളലിൻ ലം യംസസ്ഹും സൂഅ വത്തബഉ റിദ്വാനല്ലാഹ്. ആ പ്രഖ്യാപനം നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തിനും ഒരു ആപത്തും ബാധിച്ചില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്തും ഫളലും കൊണ്ടാണ് അവർ മടങ്ങിപ്പോയത്. അത് വല്ലാത്തൊരു പാഠമാണ്. ഹൂദ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ച പാഠം, നൂഹ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ച പാഠം, ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച പാഠം, മഹാനായ റസൂലുള്ളാഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠം. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള ഓലപ്പാമ്പുകൾ കേൾക്കുമ്പോഴേക്ക് പതറിപ്പോകരുത്. നല്ല ഉറച്ച തവക്കുൽ, അല്ലണ്ടെനിക്ക് എന്ന കൃത്യമായ ബോധം അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്ത് സംഭവിച്ചാലും മനസ്സിനെ പഠിപ്പിക്കേണ്ടത് എന്താ? ഖുൽ, പറയൂ പ്രവാചകരെ, ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. പറയണം പ്രവാചകരെ, ലയുസീബന, ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് ഞങ്ങൾക്ക് എന്താണോ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അതല്ലാതെ ഒന്നും ബാധിച്ചിട്ടില്ല. ഹുവ മൗലാനാ,
അവനാണ് നമ്മളുടെ മൗല, അവനാണ് നമ്മുടെ രക്ഷാധികാരി എന്ന് പറയാനാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ചരിത്രമെടുത്ത് പറഞ്ഞെടുത്ത് മഹാനായ ഹൂദ് നബിയുടെ ഈ വാക്ക് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഫലസ്തു ഉബാലി മഖ്ലൂഖൻ സിവാ വലസ്തു അതവക്കലു ഇല്ലാ അലൈഹി വലാ അഅ്ബുദു ഇല്ലാ ഇയ്യാ. ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞതിന്റെ ആശയമാണ് മഹാനവറുകൾ വിവരിച്ചിട്ടുള്ളത്. ഹൂദ് നബിയുടെ വാക്കിന്റെ ആ ആശയം പറയാണ്, ഫലസ്തു ഉബാലി, ഞാൻ പരിഗണിക്കുന്നതേ അല്ല മഖ്ലൂഖൻ സിവാ, അല്ലാത്ത ഒരു അല്ലാഹനെയല്ലാതെ ഒരു മഖ്ലൂഖിനെയും ഞാൻ പരിഗണിക്കൂല. വലസ്തു അതവക്കലു ഇല്ലാ അലൈഹി, അവന്റെ മേലല്ലാതെ ഞാൻ തവക്കുലാക്കൂല. വലാ അഅ്ബുദു ഇല്ലാ ഇയ്യാ, അവനെ മാത്രമല്ലാതെ ഞാൻ ആരാധിക്കുകയും ചെയ്യുന്നതല്ല. ഈ കൃത്യമായ പ്രഖ്യാപനത്തിലൂടെ ഹൂദ് നബി അലൈഹിസ്സലാം പിടിച്ചു നിൽക്കുന്നു. ഒന്നും സംഭവിച്ചില്ല മഹാനവറുകൾക്ക്, അവരെ കൊണ്ട് ഒന്നും ചെയ്യാനും സാധിച്ചില്ല, ഒന്നും സംഭവിച്ചതുമില്ല, ഒന്നും ചെയ്യാനും സാധിച്ചില്ല. അവസാനം പിന്നെ അവര് തിരക്ക് കൂട്ടുകയാണ്, അവരിങ്ങനെ നിഷേധം നോക്കുക തന്നെയാണ്. പരലോകത്തെ നിഷേധിക്കുന്നവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായി. ശുദ്ധ ഖുർആൻ പറയുന്നു, വകദ്ദബൂ ബിലിഖാഇൽ ആഖിറതി വഅതറഫ്നാഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. സൂറത്തുൽ മുഅ്മിനൂനിലെ 33-ാമത്തെ ആയത്തിൽ കാണാം, പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ അവരെ കളവാക്കി കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറയുന്ന വാചകം നമുക്കും പാഠമാണ്, വഅതറഫ്നാഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഐഹിക ജീവിതത്തിൽ നാം അവർക്ക് കുറെ ആഡംബരങ്ങളും സുഖങ്ങളും ഒക്കെ കൊടുത്തു കേട്ടോ. അള്ളാഹുവിനെ പരലോകത്തേക്ക് നിഷേധിക്കുന്നവർക്കും ദുന്യാവിൽ ഒരുപാട് കിട്ടിയെന്ന് വരും. അത് കണ്ടിട്ട് നമ്മൾ ബേജാറാവണ്ട. അള്ളാഹുവിനെ നിഷേധിക്കുന്ന പരലോക നിഷേധികളായ ആളുകൾക്ക് ഇങ്ങനെ സൗകര്യങ്ങള് ലോകം മുഴുവൻ അവർ കൈയടക്കുന്നു, അവരിങ്ങനെ എല്ലായിടത്തും സഞ്ചരിക്കുന്നു, പണമുണ്ട്, സ്വാധീനമുണ്ട്, സൗകര്യങ്ങളുണ്ട്. അതെന്തേ അങ്ങനെ എന്ന് ചിന്തിക്കണ്ട, അതിൽ റബ്ബിന് ചില ഹിക്മത്തുകളുണ്ട്. ഇവിടെ പരലോകത്തെ നിഷേധിച്ച ആളുകളെ ഹൂദ് നബിയുടെ ആദ് സമുദായത്തെ കുറിച്ച് പറഞ്ഞിടത്താ അല്ലാഹ് പറയുന്നത്, വകദ്ദബൂ ബിലിഖാഇൽ ആഖിറ, ആഖിറത്തിൽ അല്ലാഹുവിനെ പരലോകം കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെ അവരെ കളവാക്കി. അത് പറഞ്ഞതിന്റെ ശേഷവും അല്ലാഹ് പറയാണ്, വഅതറഫ്നാഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ലോകത്തവർക്ക് നാം സൗഖ്യം നൽകുകയും ചെയ്തു. ഒക്കെ പറഞ്ഞിട്ടും സുഖം ദുനിയാവിൽ കുറഞ്ഞതൊന്നുമില്ല. അപ്പൊ നമ്മളതിന് മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ കുഴപ്പത്തിൽ ജീവിച്ചിട്ടും എനിക്ക് സുഖത്തിന് കുറവൊന്നുമില്ലല്ലോ. പരീക്ഷണാണ്. റബ്ബ് ഇങ്ങനെ കുറച്ച് തന്നോക്കും, എന്താ ഇവന്റെ നിലപാട്, എന്താ ഇവന്റെ മാനസികമായ അവസ്ഥ, എന്താണ് ഇതിനോട് ഇവൻ സ്വീകരിക്കുന്ന സമീപനം എന്നൊക്കെ നോക്കാൻ. അതങ്ങനെ സമൂഹത്തിൽ ഉണ്ടാകും. അപ്പൊ അത് അള്ളാഹ് ആദരിച്ചിട്ട് തരാനൊന്നും വിചാരിക്കണ്ടാണ്. ഇവിടെ അള്ളാഹിനെ നിഷേധിച്ച, പരലോകത്തെ നിഷേധിച്ച ആളുകൾക്കും സുഖം കൊടുത്തു എന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കാൻ കൂടിയാണ്. അവർക്കും സുഖമൊക്കെ ഉണ്ടാവും, പക്ഷെ ആഖിറമാണല്ലോ പ്രതിഫലത്തിന്റെ വേദി, ഇവിടുത്തെ സുഖമല്ല എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല അവര് ഹൂദ് നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്ന പരലോകത്തെ മരണാനന്തര ജീവിതത്തെയും അവരിൽ പലരും ചോദ്യം ചെയ്യുകയാണ്. അയഇദുക്കും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇളാമ അന്നകും മുഖ്റജൂൻ ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ ഇൻ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. ഹൂദ് നിങ്ങളെ പേടിപ്പെടുത്തുകയാണോ? നിങ്ങൾ മരിച്ചു മണ്ണായി കഴിഞ്ഞ് എല്ലുകളായിട്ട് പിന്നെയും നിങ്ങളെ പുറപ്പെടുവിക്കുമെന്നാണ് ഹൂദ് പറയുന്നത്. ഹൈഹാത്ത ഹൈഹാത്ത, എത്ര വിദൂരം, എത്ര വിദൂരമാണ്. ലിമാ തുഅദൂൻ, ഹൂദ് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എത്ര ദൂരത്താണ് സംഭവിക്കാൻ പോകുന്നതല്ല. പിന്നെ എന്തേ? അടിച്ചുപൊളിച്ചു ജീവിച്ചോളൂ ജനങ്ങളെ. ഇൻ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ നമൂതു വനഹ്യാ, നമ്മുടെ ഈ ലോകത്തെ ജീവിതം അതേ ഉള്ളൂ. ഇവിടെ അങ്ങ് ജീവിക്കും കുറെ കാലം, പിന്നെ നമ്മൾ അങ്ങ് നശിച്ചു പോകും, മരിച്ചു പോകും. അതിന്റെ ശേഷം നമ്മൾ ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സംഭവമൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ മനുഷ്യനായ ഹൂദുണ്ടല്ലോ, ഇയാള് അള്ളാന്റെ പേരിൽ കള്ളം കെട്ടി പറയുന്നയാളല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങള് വിശ്വസിക്കാൻ തയ്യാറില്ല.
നിഷേധത്തിൽ മൂടറച്ചു നിൽക്കുകയാണ്. മാത്രല്ല അവസാനം അവർ പറയാൻ തുടങ്ങി ഹൂദ് നബിയോട്. ഹൂദ് നബി പറഞ്ഞു, സൂക്ഷിച്ചോളണം, നിങ്ങൾ അല്ലാഹനെയാണ് ചോദ്യം ചെയ്യുന്നത്, അവന്റെ ദീനിനെയാണ് ചോദ്യം ചെയ്യുന്നത്, അവന്റെ നിയമങ്ങളെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത്. ശിക്ഷ വരും എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുമ്പോ ആ ജനങ്ങൾ പരിഹസിക്കാൻ തുടങ്ങിയെങ്കിൽ ഫഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ, ഹൂദേ നിന്റെ ഭീഷണിയിൽ വല്ല കഴമ്പമുണ്ടെങ്കിൽ, സത്യമാണ് നീ പറയുന്നതെങ്കിൽ കൊണ്ടുവാടോ, നീ ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തുന്ന ശിക്ഷയൊന്ന് കൊണ്ടുവാ. കണ്ടോ, വെല്ലുവിളി തുടങ്ങി. വിവരം കെട്ട ജനത വെല്ലുവിളിക്കാൻ തുടങ്ങി. കൊണ്ടുവാടോ, നീ കുറെ കാലായില്ല നീ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നു, നീ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്നു, കൊണ്ടുവാണ്. അത് ഹൂദ് നബി അങ്ങോട്ട് പറഞ്ഞ ഭീഷണി പോലെയാണ് അവർ വിചാരിച്ചത്. ഹൂദ് നബി പറഞ്ഞു, കൊണ്ടുവരടാ, എല്ലാരെയും കൊണ്ടുവാ, ഞാനുണ്ട്, എനിക്കെന്റെ റബ്ബുണ്ട്. അവർക്ക് ആരാ ഉള്ളത്? അവരിത് പറഞ്ഞു, താമസമിന, ഉടനെ തന്നെ വരൂ ചെയ്തു, കൊണ്ടുവാ നിന്റെ ശിക്ഷ എന്നവർ പറഞ്ഞു. ആ സമയത്ത് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം മനസ്സ് പൊട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടി വന്നു, റബ്ബേ. അതുവരെയും സഹനത്തോടെ പിടിച്ചു നിന്ന നേതാവായ ഹൂദ് നബി ആ സമയത്താണ് പ്രാർത്ഥിക്കുന്നത്, ഖാല റബ്ബിൻസുർനി ബിമാ കസ്സബൂൻ, എന്റെ ജനങ്ങൾ എന്നെ കളവാക്കിയിരിക്കുകയാണ്, ഇനി പ്രതീക്ഷയില്ല റബ്ബേ, അവരെന്നെ കളവാക്കി കഴിഞ്ഞു, ഇത് കാരണത്താൽ നീ എന്നെ സഹായിക്കണേ റബ്ബേ. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. ഹൂദ് നബി അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ റബ്ബേ നീ എന്നെ സഹായിക്കണം, ഇവരെന്നെ കളവാക്കുന്ന വിഷയത്തിൽ നിന്റെ സഹായം എനിക്കുണ്ടാകണം. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, അല്ലാഹു ഉടനെ മറുപടി കൊടുത്തു. ഖാല അമ്മാ ഖലീൽ ലയുസ്ബിഹുന്ന നാദിമീൻ, ഖാല അമ്മാ ഖലീലിൽ ലയുസ്ബിഹുന്ന നാദിമീൻ. ഹൂദേ, അല്ലാഹു പറഞ്ഞു, അമ്മാ ഖലീൽ, അല്പകാലം കൊണ്ട്, ലയുസ്ബിഹുന്ന നാദിമീൻ, അവർ ഖേദിക്കുന്നവരായി തീരുന്നതാണ്. പേടിക്കണ്ട ഹൂദേ, അല്പകാലം കൊണ്ട്, അധികമൊന്നും ഇവർക്ക് നെകളിപ്പിനി തുടർന്നു പോവില്ല. അല്പകാലം കൊണ്ട് ഇവരുടെ എല്ലാം തീരാൻ പോവുകയാണ്, എല്ലാം നശിക്കാൻ പോവുകയാണ്, അവർ നെടും ഖേദത്തിൽ അകപ്പെടാൻ പോവുകയാണ് എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സമാധാനിപ്പിക്കുന്നു. അവർക്കതാ ശിക്ഷ വരുന്നു. എങ്ങനെയാണ് ശിക്ഷ വരുന്നത്? ആ നാട്ടിൽ കുറെ കാലത്തേക്ക് വമ്പിച്ച വരൾച്ച, ആ പ്രദേശത്ത് മുഴുവൻ വരൾച്ച, വെള്ളം തീരല്ല, മഴയങ്ങ് നിന്നുപോയി. ഖുർആൻ വ്യാഖ്യാതാക്കളും ചരിത്രം പറഞ്ഞിടത്തൊക്കെ ഇബ്നു കസീർ റഹിമഹുല്ലാഹയെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഇൻഖതഅ അൻഹുൽ മതർ മുദ്ദത്തൻ തവീല, സുദീർഘമായ കാലം അവർക്ക് മഴയങ്ങ് മുറിഞ്ഞുപോയി. മഴ മുറിഞ്ഞു, 2-3 കൊല്ലക്കത് തുടർന്നു എന്നാ പറയുന്നത്. ഒരു തുള്ളി വെള്ളം ഭൂമിയിലേക്ക് ഇറ്റിയില്ല. അങ്ങനെ മഴയില്ലാതെ വിഷമിച്ചവരിങ്ങനെ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ചിരിക്കുന്ന സമയം, അങ്ങനെ മഴയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് വല്ലാതെ വിഷമിച്ചുകൊണ്ട് അവരിങ്ങനെ മഴ ആഗ്രഹിച്ചു നിൽക്കുന്ന നേരത്ത് അവരതാ അവരുടെ നാട്ടിന്റെ നേരെ ഒരു മേഘമിങ്ങനെ അടുത്തടുത്ത് വരുന്നതായി അവർ കാണുന്നു. فلما رأوه عارضا مستقبل أوديتهم قالوا هذا عارض ممطرنا. അങ്ങനെ ആ ശിക്ഷ അവരുടെ താഴ്വരകളെ അഭിമുഖീകരിച്ചുകൊണ്ട് വെളിപ്പെട്ട് വരികയാണ്. എന്താ ശിക്ഷയുടെ തുടക്കം? ഒരു കാർമേഘം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. നല്ല മഴക്കാറുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് നല്ല കറുത്തിരുണ്ട ഒരു കാർമേഘം ആ പ്രദേശത്തേക്ക് ഇങ്ങനെ മാനത്ത് പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുകയാണ്. അത് അവരുടെ താഴ്വരകളെ അഭിമുഖീകരിച്ചുകൊണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫലമ്മാ റഅൂഹു അരിദാ, ആ കാർമേഘത്തെ അവർ കണ്ടപ്പോൾ മുസ്തഖ്ബില ഔദിയതിഹിം, അവരുടെ താഴ്വരകളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് കണ്ടപ്പോ ആ നിഷേധികളായ ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അവര് തുള്ളിച്ചാടി ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് പറയാൻ തുടങ്ങി. കാലോ, അവര് പറയാൻ തുടങ്ങി, ഹാദാ ആരിദും മുംതിറുനാ, ജനങ്ങളെ സന്തോഷിച്ചോളൂ, നമ്മുടെ എല്ലാ വരൾച്ചയും പോകാൻ പോവുകയാണ്. ഇതാ നമുക്ക് മഴ നൽകുന്ന കാർമേഘം വെളിപ്പെട്ടു വന്നിരിക്കുന്നു.
അങ്ങനെയുണ്ടല്ലോ നമുക്കത് പറയല്, നല്ല മഴ വരുന്നുണ്ടാ, നല്ല മഴ, സന്തോഷിച്ചോളി എന്ന് പറഞ്ഞു. ആ കാർമേഘത്തെ കണ്ടപ്പോ അവര് പറയാണ്, ആധാരതൊന്നും തെറുന, നമുക്ക് സമൃദ്ധമായ മഴ നൽകുന്ന ഒരു മേഘമിതാ വെളിപ്പെട്ടു വരുന്നു എന്നവര് പറയാൻ തുടങ്ങി. അതിനെപ്പറ്റി അല്ലാഹ് പറയാണ്, ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ. സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു വിശദമായി പറയാണ്. ഇവര് പറഞ്ഞില്ലേ, ഇതാ നമുക്ക് മഴ നൽകുന്ന മേഘം വെളിപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അതിന് അല്ലാഹ് പറയാണ്, ബൽ വേണ്ടടാ, വേണ്ട, അല്ലല്ല, മഴ നൽകിയേ. ബൽ അതേതാവിന്ന ഹുവ മസ്തഅജൽതും ബിഹി, ഏതൊന്നിനെപ്പറ്റി നിങ്ങൾ ധൃതി കൂട്ടിയോ അതാണ് വരുന്നത്. എന്തേ ധൃതി കൂട്ടിയത്? എന്തിനാ അവര് ധൃതി കൂട്ടിയത്? ഹൂദേ ഫഅ്തിനാ ബിമാ തഅദുന, കൊണ്ടുവാടോ നിന്റെ ശിക്ഷ എന്ന് പറഞ്ഞ് തിരക്കൂട്ടിയില്ലേ നിങ്ങള്? അതാണ് വരാൻ പോകുന്നത്. അഥവാ പഠിച്ചു വെച്ചോ, റീഹ് കാറ്റാണ് വരുന്നത്, കൊടുങ്കാറ്റാണ് ജനങ്ങളെ വരുന്നത്. ഫീഹാ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണ്, അതടങ്ങിയിട്ടുള്ള കാറ്റാണ് വരുന്നത്. ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത് അഖീമായ റീഹ് എന്നാണ്, വന്ധ്യയായ കാറ്റ്. കാറ്റ് വരുമ്പോ പല ഗുണങ്ങൾ ഉണ്ടാവും, അതിൽ വെള്ളം ഉണ്ടാവും, അതുപോലെ തന്നെ സസ്യലതാദികളിലും പുഷ്പങ്ങളിലുമൊക്കെ പരാഗണം നടത്താനുള്ള പൂമ്പൊടികൾ ഉണ്ടാകും. അങ്ങനെ പല ഹൈറും കൊണ്ട് കാറ്റ് വരാറുണ്ട്. എന്നാൽ ഇത് ഒരു ഗുണവുമില്ലാത്ത മച്ചിക്കാറ്റാ വരാൻ പോകുന്നത്. റീഹുൻ നഖീം, ഒന്നുമില്ലാത്ത ഒരു ഖൈറുമില്ലാത്ത കാറ്റാ വരുന്നത്. ആ കാറ്റ് വരുമ്പോ എന്താ നടക്കാൻ പോകുന്നത്? തുദമ്മിറു കുല്ല ശൈ, അത് മുഴുവൻ വസ്തുക്കളെയും ദമ്മറ, അത് തകർത്ത് തരിപ്പണമാക്കി കളയും. ബി അംരി റബ്ബിഹാ, അതിന്റെ റബ്ബിന്റെ ആ കാറ്റിനെ, കാറ്റിന്റെ നാഥന്റെ കൽപ്പന പ്രകാരം ആ കാറ്റ് സർവത്തിനെയും തകർത്ത് തരിപ്പണമാക്കി കളയുന്നു. അങ്ങനെ അതങ്ങ് വന്നപ്പോൾ ഫാസ്ബഹു, തീർന്നു. അവരുടെ താമസ സ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും കാണാനില്ല, അവരെ കാണാനില്ല. വലിയ തടിമാടന്മാരായ ആളുകളൊക്കെ ഇവിടെ പോയി അവര് കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, ഇപ്രകാരമത്രേ തെമ്മാടികളായ കുറ്റവാളികളായ ജനതക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കുന്നത്. അല്ലാഹ് പറയാണ് സൂറത്തുൽ അഹ്ഖാഫിലൂടെ. ഖുർആൻ അത് ആ കാറ്റിന്റെ ഗൗരവം സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞു. വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. ആദ് ഗോത്രം ഫൗഹ്ലികൂ, അവർ നശിപ്പിക്കപ്പെട്ടു. ബിരീഹിൻ, ഒരു കാറ്റുമുഖേന, സർസരിൻ, ഊക്കോടെ അടിച്ചു വീശുന്ന കാറ്റിലൂടെ, ഊക്കോടെ ആതിയ, അതിശക്തമായി ശരശരേ നടിച്ചു വീശുന്ന കാറ്റിലൂടെ ആ സമുദായം നശിപ്പിക്കപ്പെട്ടു. സഖറഹാ അലൈഹിം, ആ കാറ്റ് അവരുടെ മേൽ നിയന്ത്രണം പിടിച്ചടക്കി. സബ്അ ലയാൽ, 7 രാത്രികളും, വസമാനിയത അയ്യാം, 8 പകലുകളും, തുടർച്ചയായി ഇടമുറിയാത്ത 8 പകലും 7 രാത്രിയും ശരശരേന്ന് അടിച്ചു വീശി. ഫതറൽ ഖൗമ ഫീഹാ സർആ, ആ നാട്ടിലെ ആ കാറ്റിൽ ജനങ്ങളൊക്കെ വീണ് കിടക്കുന്നതായി ജനങ്ങളെ നിനക്ക് കാണാം. കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയാ, കടപുഴക്കി എറിയപ്പെട്ട ഈത്തപ്പന തടികളെ പോലെ. ശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ പറഞ്ഞു, ആ കാറ്റങ്ങ് വന്നപ്പോൾ ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറാ ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ തൻസിഉൻ നാസ, ജനങ്ങളെ പറിച്ചറിയാൻ തുടങ്ങി. ജനങ്ങളെ അങ്ങ് പറിച്ചറിയാൻ തുടങ്ങി കാറ്റ്.
കഅന്നഹും അജാസു നഖിലിൻ മുൻഖയർ, പിഴുതെറിയപ്പെട്ട ഈത്തപ്പനത്തടികളെ പോലെയായി അവര്. ഫകൈഫ കാന അദാബി വനുദുർ, എന്റെ ശിക്ഷ എങ്ങനെയുണ്ട്, എന്റെ മുന്നറിയിപ്പുകളും എങ്ങനെയുണ്ട്. അല്ലാഹ് ചോദിക്കുകയാണ് ഒരു സൂറത്തുൽ ഖമറിലൂടെ. വളരെ കൃത്യമായിട്ടാണ് കടപുഴകി. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, കാറ്റിങ്ങോട്ട് വന്നിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ മനുഷ്യന്മാരാണ് നമ്മൾ പറഞ്ഞത്? ആജാന ബാഹുക്കളാണ്, വലിയ തടിമാടന്മാരാണ്. ഞങ്ങളെപ്പോലെ പവറുള്ളവരുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അഹങ്കാരം പറഞ്ഞിരുന്ന ആളുകളാണ്. കാറ്റങ്ങ് വന്നപ്പോ ഭൂമിയിൽ നിന്നാണ് പൊങ്ങണത്. ആകാശത്തേക്ക് കാറ്റങ്ങട്ട് പൊക്കിയിട്ട് പിന്നെ ഭൂമിയിലേക്ക് തല കുത്തനെ കൊടുത്ത് അടിക്കണത്. അതോടുകൂടെ കഴുത്ത് മുറിഞ്ഞുപോയി. പിന്നെ തലല്ലാത്ത തെങ്ങ്, അതല്ലെങ്കിൽ ആകെ കടപുഴകി വീണ ഈന്തപ്പന, അതുപോലെയല്ലേ ഉണ്ടാവുള്ളൂ. തല ഒറ്റൊന്നിനും കാണാനില്ല, കാരണം മേലോട്ടാണ് പൊക്കിയിട്ട് ഒറ്റ അടിയാണ് ഭൂമിയിലേക്ക്. മേലോട്ടങ്ങ് പൊക്കി ഭൂമിയിലേക്ക് ഒറ്റ അടിയാണ്. അവരുടെ കഴുത്തങ്ങ് മുറിഞ്ഞുപോയി. പിന്നെ ഒന്നുമില്ല, പിന്നെ ഭയങ്കര ഓരോ തടികൾ. അത് പിന്നെ കിടക്കുമ്പോ അങ്ങനെ തന്നെ അല്ലേ? പിഴുതെറിയപ്പെട്ട ഈന്തത്തടികൾ കിടക്കും പോലെ. അതേ, ആകെ അങ്ങോട്ട് കിഴ്മേൽ മറിഞ്ഞു കിടക്കുന്ന, ആകെ നശിച്ചു കിടക്കുന്ന, വീണ് കിടക്കുന്ന ഈന്തപ്പടികളെ പോലെ. വല്ലതും ബാക്കിയുണ്ടോ അവർക്ക്? വല്ലതും അവരിൽ നിന്ന് അവശേഷിച്ചോ? ഒന്നും അവശേഷിച്ചില്ല. ആ നിലക്കുള്ള കൃത്യമായ ശിക്ഷ വന്നു. ആ ശിക്ഷ അങ്ങോട്ട് വന്നു. ആ ശിക്ഷ വന്നപ്പോ അവര് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകളെ വേറൊരു ഭാഗത്തേക്കാണ് മുഴുവൻ മാറ്റി അവരെ രക്ഷപ്പെടുത്തി. വലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ ഹൂദൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ വനജ്ജൈനാഹും മിൻ അദാബിൻ ഗലീൽ. സൂറത്ത് ഹൂദ് 58-ാമത്തെ ആയത്ത്. നമ്മുടെ കൽപ്പന വന്നപ്പോൾ ഹൂദിനെ നാം രക്ഷപ്പെടുത്തി. ഹൂദിനെ നാം രക്ഷപ്പെടുത്തി. വല്ലദീന ആമനൂ മഅഹു, ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്നാ, നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേക റഹ്മത്ത്, കാരുണ്യം മുഖേന. വനജ്ജൈനാഹും, നാം അവരെ രക്ഷപ്പെടുത്തി. മിൻ അദാബിൻ ഗലീൽ, വളരെയേറെ പരുക്കനും കഠിനവുമുള്ള കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി. ഹൂദ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ചുരുക്കം ചില ആളുകൾ മാത്രം ആ കാറ്റിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മറ്റുള്ളവരും മുഴുവനും റബ്ബങ്ങ് തകർത്തു. എന്താ കാറ്റ്? കാറ്റങ്ങ് ഗൗരവത്തോടെ അങ്ങ് വന്നത് വളരെ പതുക്കെയാണ്. കാറ്റാനാർക്കും മനസ്സിലായില്ല വരുമ്പോ. കാറ്റാണെന്ന് ആർക്കും മനസ്സിലായില്ല വരുമ്പോ. ശിക്ഷയാണെന്ന് മനസ്സിലായില്ല. കണ്ടപ്പെല്ലാരും സന്തോഷിച്ചിട്ട് പറഞ്ഞുതാ മഴ കിട്ടിപ്പോയടോ എന്ന് പറഞ്ഞ് ആഹ്ലാദത്തോടെ അവര് പറഞ്ഞ കാര്യമാ അതിന്റെ പര്യവസാനം ഇങ്ങനെ ആയത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുത്തേക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് മഹദിയായ നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു അവിടുന്ന് കാറ്റടിച്ച് വീശുന്നത് കണ്ടാൽ ഉടനെ അവിടുന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റടിച്ച് വീശുന്നത് കണ്ടാ ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറഹാ, ഞാൻ ഇതിന്റെ ഗുണം ഞാൻ ചോദിക്കുന്നു. വഖൈറ മാ ഫീഹാ, ഇത് ഉൾക്കൊള്ളുന്നതിന്റെ ഗുണവും. വഖൈറ മാ ഉർസിലത് ബിഹി, ഇത് അയക്കപ്പെട്ടതിലുള്ള ഗുണവും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹ്, ഈ കാറ്റിന്റെ ഖൈറാണ് എനിക്ക് വേണ്ടത്. ഈ കാറ്റിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഗുണങ്ങൾ എനിക്ക് തരണം. ഇത് എന്തിനു വേണ്ടി അയക്കപ്പെട്ടുവോ ആ ഗുണവും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അതേ അവസരത്തിൽ അവിടുന്ന് പിന്നെയും പറയുന്നുണ്ട്, വഅഊദു ബിക റബ്ബേ, നിന്നോട് ഞാനിതാ ശരണം തേടുന്നു. മിൻ ശർരി, ഇതിന്റെ ദോഷത്തിൽ നിന്നും. വശർരി മാ ഫീഹാ, ഇത് ഉൾക്കൊള്ളുന്നതിന്റെ ദോഷത്തിൽ നിന്നും. വശർരി മാ ഉർസിലത് ബിഹി, ഇത് അയക്കപ്പെട്ടത് എന്തൊരു ശർറിന് വേണ്ടിയാണോ അയക്കപ്പെട്ടതെങ്കിൽ ആ എല്ലാ ശർറിൽ നിന്നും ഞാനിതാ നിന്നോട് ശരണം തേടുന്നു.
കാറ്റ് വല്ലാതെ അടിച്ചു വീശുമ്പോൾ ഭയങ്കര കാറ്റാണുള്ള പുറത്ത് എന്ന് പറഞ്ഞ് മതിയാക്കരുത്. നമ്മൾ ഈ പ്രാർത്ഥന എല്ലാവരും പഠിക്കണം. ഈ പ്രാർത്ഥന എല്ലാവരും പഠിക്കണം. കാറ്റടിച്ചു വീശുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിയാണ്. കാറ്റടിച്ചു വീശുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന ഇദാ റആ ഗൈമൻ ഔ റീഹൻ. നമ്മുടെ ഉമ്മ പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു കാർമേഘമോ ഒരു കാറ്റോ കണ്ടാൽ, റസൂലുള്ള ഒരു കാർമേഘമോ ഒരു കാറ്റോ കാണുന്നതായാൽ അവിടുത്തെ മുഖത്ത് ഞങ്ങളത് കാണാറുണ്ട്. ഒരു കാർമേഘം ഇങ്ങനെ വരുന്നത് കണ്ടാ, ഒരു കാറ്റൊന്ന് പതുക്കെ അടിച്ചു വീശുന്നത് കണ്ടാൽ നബി തങ്ങളുടെ മുഖം മാറുന്നത് ഞങ്ങൾ മനസ്സിലാക്കാറുണ്ട് എപ്പോഴും. എന്നിട്ടവര് പറയാണ്, ഞാൻ ചോദിച്ചു അള്ളാന്റെ റസൂലിനോട് ഒരു ദിവസം, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അന്നാസു ഇദാ റഅഉൽ ഗൈമ ഫരിഹു, ജനങ്ങളൊക്കെ കാർമേഘം കാണുമ്പോ വല്ലാതെ സന്തോഷിക്കുന്നതായിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത്. എന്തേ കാരണം? റജാഅൻ യകൂന ഫീഹിൽ മതർ, അതുകൊണ്ട് നമുക്ക് മഴ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കാർമേഘം കാണുമ്പോ ജനങ്ങളൊക്കെ സന്തോഷിക്കുന്ന നേരത്തും വഅറാക ഇദാ റഅയ്തഹു, നബിയേ നിങ്ങളെ ആ നേരത്തും എനിക്ക് കാണാൻ കഴിയുന്നത് ഉരിഫ ഫീ വജ്ഹികൽ കറാഹിയ, നിങ്ങളുടെ മുഖത്ത് വിഷമമാണല്ലോ എനിക്ക് കാണാൻ കഴിയാറുള്ളത്. കാർമേഘവും കാറ്റുമൊക്കെ അടിച്ചു വീശി വരുമ്പോ ജനങ്ങളൊക്കെ സന്തോഷിക്കുകയാണ്. മഴ വരുന്നതിന്റെ മുന്നോടിയായിട്ട് കാറ്റുണ്ട്, നല്ല മഴക്കാറുണ്ട്, മഴക്കോളുണ്ട് എന്നൊക്കെ വിചാരിച്ച് ജനങ്ങളൊക്കെ സന്തോഷം കൊണ്ടവരുടെ മുഖം പ്രസന്നമാകുമ്പോഴും മഹാനായ പ്രവാചകരെ, അങ്ങയുടെ മുഖത്ത് അപ്പോഴും ഞാൻ കാണാറുള്ളത് വിഷമമാണല്ലോ, എന്താണ്, ഒരു ഭയത്തിന്റെ അടയാളങ്ങളാണല്ലോ കാണാറുള്ളത് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറയാണ്, യാ ആയിഷ, ഓ ആയിഷ, മാ യുഅമ്മിനുനി അൻ യകൂന ഫീഹി അദാബ്, എനിക്കാര് നിർഭയത്വം തരും ആയിഷ, അൻ യകൂന ഫീഹി അദാബ്, ആ കാർമേഘത്തിലും ഈ പതുക്കെ അടിച്ചു വീശി തുടങ്ങുന്ന കാറ്റിലുമൊക്കെ വല്ല ശിക്ഷയും അടങ്ങിയിട്ടുണ്ടാകുമല്ലോ. ഒരു ജനത ഒരു കാറ്റുകൊണ്ട് നശിപ്പിക്കട്ട വിവരം നിനക്കറിയില്ലേ? ഒരു ജനത തന്നെ ഒരു കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടില്ലേ? അവരും ആ ശിക്ഷ വരുന്ന നേരത്ത് ആ കാറ്റ് കണ്ടപ്പോ, ആ കാർമേഘം കണ്ടപ്പോ അവരും വന്ന് പറഞ്ഞത്, നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ചവരല്ലേ അതിന്റെ ജാതുഗോത്രവും. എന്നിട്ടെന്തേ ഉണ്ടായത്? ആ കാർമേഘം ഇങ്ങനെ വന്ന് അതൊരു കാറ്റായി മാറിയിട്ട് പതുക്കെ പതുക്കെ അടിച്ചു വീശിയ കാറ്റങ്ങ് വളരെ രൂക്ഷമായിട്ട് സഖറഹാലയും സബഅല തുടർച്ചയായി 7 ദിവസം 7 രാത്രികളും അതുപോലെ തന്നെ 8 പകലുകളും ശരശരായ നടിച്ചു വീശി ഒരു സമുദായം മുഴുവനും അങ്ങ് പിഴുതെറിയപ്പെട്ടില്ലേ? ആ പേടി എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എപ്പോഴാ ശിക്ഷ വരിക, എപ്പോഴാണ് സംഭവിക്കുക, ഏത് കാറ്റാണ് കൊടുങ്കാറ്റായി മാറുക, ഏത് മേഘമാണ് മഹാമാരിയുടെ മേഘമായി മാറുക, ആരുണ്ട് നമുക്ക് നിർഭയത്വം തരാൻ? ആ പേടിയാണ് എന്റെ മനസ്സിലെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ആ കാറ്റടിച്ചു തുടങ്ങുമ്പോ തന്നെ അവിടെ നിന്ന് പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഉർസിലത് ബിഹി, അതുപോലെ തന്നെ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി. അതൊക്കെ നബിതങ്ങൾ ചോദിക്കാനും പറയാനും അഭയം തേടാനും ഒക്കെ കാരണം ഇതാണെന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം. കണ്ടോ, ആപൽ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ പടച്ചോനെ നല്ലോണം പേടിക്കണം. ആപൽ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പടച്ചതമ്പുരാനെ നന്നായി ഭയപ്പെടണം. എന്തും സംഭവിക്കാം. വിനയത്തോടെ ഭക്തിയോടെ അള്ളാഹുവോട് രക്ഷക്കപേക്ഷിക്കുകയും ചെയ്യണം എന്നാണ് ഇതിലടങ്ങിയ ചര്യ. കാരണം ആപത്തുകൾ എപ്പോഴാ എങ്ങനെയൊക്കെയാ സംഭവിക്കുക നമുക്കറിയില്ല. അത് കാറ്റിന്റെ രൂപത്തിൽ, വെള്ളത്തിന്റെ രൂപത്തിൽ, മേഘത്തിന്റെ രൂപത്തിൽ എങ്ങനെയൊക്കെ വരും. സുനാമി അടിച്ചു തകർത്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് കൊടുങ്കാറ്റുകൾ ലോകത്ത് നാശം വിതച്ച് കടന്നുപോയത് നമ്മുടെ മനസ്സിലുണ്ട്.
പല പല കാറ്റുകളും വരുമ്പോൾ അതിന് പല പേരുകളും ആളുകൾ നൽകുന്നു. റീത്ത എന്ന കാറ്റ് കഴിഞ്ഞുപോയി, കത്രീന എന്ന കാറ്റ് കഴിഞ്ഞുപോയി, ഗോനു എന്ന കൊടുങ്കാറ്റ് കഴിഞ്ഞുപോയി, സുനാമി കഴിഞ്ഞുപോയി. ഇപ്പോഴിതാ ഒമാന്റെ അതിർത്തികളിലും ഒമാൻ തീരങ്ങളിലുമൊക്കെ അടിച്ചു വീശും എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിലൊക്കെ വലിയ ഭയപ്പാടോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അശോഭ എന്ന് പേരിട്ടിട്ടുള്ള ഒരു കാറ്റ്, അതിൻ്റെതായ ഭയം മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അല്ലാഹുവേ, ഈ നാടിനെയും സർവ്വരാജ്യങ്ങളെയും എല്ലാ ആപത്തുകളിൽ നിന്നും നീ രക്ഷിക്കണമേ നാഥാ. നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. എവിടെയാണ്, എപ്പോഴാണ്, എന്താണ് സംഭവിക്കുക എന്നറിയില്ല. അതുകൊണ്ട് പത്രത്തിൽ ഈ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോ ന്യൂസിൽ അവിടെ വെള്ളം മെരച്ച് കയറി, ഇവിടെ ശക്തമായ കാറ്റുണ്ട്, ഇവിടെ തിരമാല കുറച്ച് മീറ്ററുകളോളം ഉയർന്നിട്ടുണ്ട്, മത്സ്യബന്ധനത്തിന് പോകുന്നവര് സൂക്ഷിക്കണം, അതുപോലെ തന്നെ കടലോരങ്ങളിലേക്ക് വിനോദത്തിന് പോകുന്നവരും കുളിക്കാനിറങ്ങുന്നവരൊക്കെ സൂക്ഷിക്കണമെന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നറിയിപ്പ് തരുമ്പോൾ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, പടച്ചോനെ റബ്ബേ എന്താ വരാൻ പോകുന്നത് അറിയില്ല, ദുആ ചെയ്യണം, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, റബ്ബിലേക്ക് കൂടുതൽ വിനീതരാവണം. അതിനൊക്കെയുള്ള പാഠം ഇതിലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റ് തുടങ്ങുമ്പോൾ പേടിയാണ്, ഒരു മഴക്കാറ് കാണുമ്പോൾ പേടിയാണ്. കാരണം ഇങ്ങനെയല്ലേ ഒരു സമുദായത്തിന് ശിക്ഷ വന്നത് എന്നാ അവിടുന്ന് ഭയപ്പെടുന്നത്. നമുക്കും കിട്ടിക്കൂടായി കണ്ടോന്നാ ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു പേടിയോ ബേജാറോ ഇല്ല. നമ്മൾ ഏത് കാറ്റടിച്ചാലും, മണൽക്കാറ്റടിച്ചാലും, കൊടുങ്കാറ്റടിച്ചാലും പറയും എന്തോ മൺസൂണാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും നമ്മൾ. പക്ഷെ അപ്പോഴും അല്ലാഹുവിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടം, റബ്ബിലേക്കുള്ള ഒരു മടക്കം, റബ്ബേ നീ എന്നെ ശിക്ഷിക്കല്ല നാഥാ, ഞങ്ങളെ ശിക്ഷിക്കല്ലേ, ഈ നാടിനെ ശിക്ഷിക്കല്ലേ, ഒരാളുകളെയും ശിക്ഷിക്കല്ല റബ്ബേ എന്ന് പറയുന്ന ഒരു മാനസികമായ അവസ്ഥ അതുണ്ടാകണം എന്നാ ഇസ്ലാം പറയുന്നത്. അതുണ്ടാകണം. ആപൽ ഘട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് ഘട്ടങ്ങളിലും അള്ളാഹിനോട് ആപത്തുണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലൊക്കെ റബ്ബിനോട് കൂടുതൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ അവരെ നശിപ്പിച്ച ദിവസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഫർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാതിൻ ലനുദീഖഹും അദാബൽ ഖസീ ഫിൽ ഹയാത്തിദ് ദുനിയാ വലഅദാബുൽ ആഖിറതി അഖ്സാ വഹും ലാ യുൻസറൂൻ. നാം അവരുടെ മേൽ ശരശരേ നടിച്ചു വീശുന്ന, ഊക്കോടെ അടിച്ചു വീശുന്ന കാറ്റിനെ പറഞ്ഞേച്ചു. ഫി അയ്യാമിൻ നഹിസാത്ത്, ദുർദിനങ്ങളായി മാറിയ അവർക്കുള്ള ദിവസങ്ങളിൽ, അവരുടെ ദുശകുനത്തിന്റെ ദിവസങ്ങളിൽ, നഹസുള്ള ദിവസങ്ങളിൽ അവർക്ക് ആ ദിവസം നഹസായി. നഹസ് എന്ന് പറഞ്ഞാൽ എന്താ? ദുർദിനം എന്ന് പറയുന്ന ദുശകുനം. അവർക്ക് ആ ദിവസം വളരെ മോശപ്പെട്ടതായി തീർന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ട് പറയാണ്, ലനുദീഖഹും അദാബൽ ഖസീ ഫിൽ ഹയാത്തിദ് ദുനിയാ. ഐഹിക ജീവിതത്തിൽ തന്നെ അവർക്ക് അപമാനത്തിന്റെ ശിക്ഷ ആസ്വദിപ്പിക്കാനാണ് ഇത് കൊടുത്തത്. ഇതുകൊണ്ടൊന്നും നിൽക്കൂല. ദുനിയാവിൽ ശിക്ഷ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആഖിറത്തിൽ രക്ഷപ്പെടുന്നൊന്നും അവർ വിചാരിക്കണ്ട. വലഅദാബുൽ ആഖിറതി അഖ്സാ, പരലോക ശിക്ഷ തന്നെയാണ് ഏറ്റവും നിന്ദ്യമായ ശിക്ഷ. വഹും ലാ യുൻസറൂൻ, ഒരു നിലക്കും അവരെ സഹായിക്കപ്പെടുന്നതല്ല. അപ്പൊ ദുശകുനം പിടിച്ച ചില ദിവസങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ചില ആളുകളൊക്കെ മനസ്സിലാക്കി ദിവസങ്ങളിൽ നഹസുണ്ട്, ചില ദിവസങ്ങളൊക്കെ മോശമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൽ തെളിവുണ്ടെന്ന് വരെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. എന്ത്? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഒരു വിശ്വാസം, ചില ദിവസങ്ങളൊക്കെ നഹസാണ്. ഓരോ മാസം നമ്മുടെ നാട്ടിലൊക്കെ ചില പഞ്ചാംഗങ്ങളും കലണ്ടറുകളൊക്കെ ഉണ്ട്. അതിൽ ചില കോളങ്ങൾ കാണാം, നഹ്സ്, നഹ്സിന്റെ ദിവസങ്ങൾ. അതിൽ മുഹറം 1, 2, 3 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 17 ഇങ്ങനെ കുറെ ഡേറ്റ് ഉണ്ടാവും. സഫറിലെ മാസത്തിൽ ഇങ്ങനെ ഓരോ മാസത്തിലും റമദാനെ പോലും ഒഴിവാക്കിയിട്ടില്ല, ദുൽഹജ്ജ് 10 പോലും ഒഴിവായിട്ടില്ല. ഏറ്റവും ലോക മുസ്ലിമീങ്ങൾ സന്തോഷിക്കുന്ന പെരുന്നാളിന്റെയും ഏറ്റവും വലിയ ബർക്കത്തുള്ള ദിവസമാണ് ദുൽഹജ്ജ് 10, ഹജ്ജുൽ അക്ബർ. ആ ഒരു വലിയ ദിവസത്തെ പോലും നഹസാക്കിയിട്ടുണ്ട് പല ആളുകൾ. മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല, തനിച്ച യഹൂദിയുടെ വിശ്വാസമാണ്. ഇങ്ങനെ നഹസില്ല, ദിവസങ്ങൾക്ക് നഹസുണ്ട് എന്ന് പറയും പല ആളുകളും ഈ ആയത്താ തെളിവാക്കാറുള്ളത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ അയ്യാമിൻ നഹസാത്ത്, മുമ്പേ ദുഷിച്ച കുറെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ആ 7 ദിവസം 8 ദിവസവും പണ്ടേ അല്ലാഹു നഹസായി കണക്കാക്കിയതാണ്. ആ ദിവസങ്ങളായതുകൊണ്ട് ഇവർക്ക് ഷെറുണ്ടായതാണോ പറയുന്നത് കേട്ടാ തോന്നുക. ഇവിടെ അല്ലാഹു പറഞ്ഞത് എന്താണ്? അവർക്ക് അന്നൊരു ദുർദിനായി മാറി. അങ്ങനെ ഉണ്ടാവില്ലേ പലപ്പോഴും? ഓരോരുത്തർക്കും ഓരോ ദിവസം മോശമായിട്ട് വരും, അത് അവന്റെ കയ്യിരിപ്പോണ്ട. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത് എന്താണ്? ഒരാളെയോ ഒരു സമൂഹത്തെയോ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഒരു ദിവസം പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി എന്ന് വരാം. ഒരു വ്യക്തിക്ക് ഉണ്ടാവാം, ഒരു സമൂഹത്തിന് ഒന്നാകെ ഉണ്ടായി എന്ന് വരാം.
അതേ സമയത്ത് തന്നെ ആ ദിവസം തന്നെ വേറൊരു കൂട്ടർക്ക് വളരെ സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടായെന്നും വരും. എന്നല്ലാതെ ചില പ്രത്യേക ദിവസങ്ങളിൽ എല്ലാവർക്കും പൊതുവിൽ ദോഷം ബാധിക്കുകയോ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ മാത്രം പ്രത്യേകം ഭാഗ്യദോഷം സംഭവിക്കുകയോ ഉണ്ടാകുന്ന പ്രശ്നമില്ല. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇനി ഏതെങ്കിലും ഒരു ദിവസം ഒരു പൊതു ആപത്ത് സംഭവിച്ചു എന്ന് നമ്മൾ കരുതുക, എന്നാൽ അത് ആ ദിവസത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാ, ആ ദിവസത്തിന്റെ മോശത്തരം കൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നത് ഒരിക്കലും അല്ല. അതിനുള്ള കാരണം വേറെ ആയിരിക്കും. കാരണം നമുക്കൊരു പക്ഷേ മനസ്സിലാവില്ല, അതറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഏതായാലും നഹസ് ദിവസങ്ങൾ എന്ന് പറയുന്ന ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന പല പ്രവർത്തനങ്ങളും വളരെ ശുഭകരമായി വിജയത്തോടെ പര്യവസാനിക്കുന്നതായി പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കാരണം നഹസ എന്ന് പറയുന്നത് ഒന്നിനും പറ്റൂലോ, യാത്രക്ക് പറ്റൂല, കച്ചവടത്തിന് പറ്റൂല, വീട് താമസാക്കാൻ പറ്റൂല, വീടിന് കുറ്റിയടിക്കാൻ പറ്റൂല, ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂല, വാഹനം വീട്ടിലിറക്കാൻ പറ്റൂല, ഒന്നിനും പറ്റൂല, ടിക്കറ്റ് ഒക്കെ ആക്കാൻ പറ്റൂല, യാത്രക്ക് പറ്റൂല, എല്ലാം പറഞ്ഞ് മാറ്റിവെക്കുന്ന ദിവസങ്ങളുണ്ട്. ഒക്കെ ദിവസത്തെ മോശമായിട്ട് ആളുകൾ കാണാൻ. ഇസ്ലാമിൽ അങ്ങനെ മുഹൂർത്തം നോക്കലും ശകുനം നോക്കലും ഒന്നുമില്ല. ഇസ്ലാം പറഞ്ഞു നമ്മിൽപ്പെട്ടവനല്ല അങ്ങനെ ശകുനം നോക്കുന്നവനും അങ്ങനെ ലക്ഷണം നോക്കുന്നവനും. ആ രൂപത്തിലുള്ള എല്ലാം അന്ധവിശ്വാസങ്ങളാണ്. അങ്ങനെ ഒരു മുഹൂർത്തം നോക്കുന്ന പരിപാടിയൊന്നും ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ഇത് ആയത്തൊരിക്കലും തെളിവായിട്ട് ആരെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു നഹസിന്റെ ദിവസങ്ങൾ അത് നിശ്ചയിച്ചിട്ടില്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരു ദിവസത്തെ പറ്റി അത് മോശപ്പെട്ട ദിവസമാണ് എന്ന് പറഞ്ഞ് ആദ്യമേ അതിനെക്കുറിച്ച് പറയൽ, ചൊവ്വ മോശമാണ്, അല്ലെങ്കിൽ ചൊവ്വില്ലാത്ത ദിവസമാണ്, അല്ലെങ്കിൽ മുഹറം മാസം വളരെ മോശമാണ്, അല്ലെങ്കിൽ ഒടുക്കത്തെ ബുധനാഴ്ച എല്ലാ ദിവസവും മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പല ദിവസങ്ങളെയും ഇങ്ങനെ ചീത്ത പറയുന്നു, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് അറിയിച്ചിട്ടുണ്ട് ആദം സന്തതികൾ എന്നെ ദ്രോഹിക്കുന്നു എന്നല്ല പറയുന്നത്. അള്ളാഹനെ ദ്രോഹിക്കാനായിരിക്കും കഴിയില്ല, പക്ഷെ അള്ളാഹനെ ചീത്ത പറയാണ്. എങ്ങനെ അവൻ കാലത്തെ ചീത്ത പറയുന്നു? അവൻ ചീത്ത പറയുന്നത് എന്നെയാണ്, കാരണം ഞാനാണ് കാലത്തിന്റെ സൃഷ്ടാവ്. ദിവസവും മാസവും സമയമൊക്കെ അള്ളാഹുടെ സൃഷ്ടിയാണ്, അള്ളാഹ് നിശ്ചയിച്ചതാണ്, അള്ളാഹ് സൃഷ്ടിച്ചതാണ്. ആ സൃഷ്ടിയെ ചീത്ത പറയുമ്പോൾ അള്ളാഹനെ ആ ചീത്ത പറയുന്നത് അതുകൊണ്ട് ഗൗരവമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നഹസ് നോക്കുന്ന അന്ധവിശ്വാസവും രാശിയും മുഹൂർത്തവും രാഹുകാലവും ഗുളികകാലവും അങ്ങനെ മുഹൂർത്തവും അങ്ങനെ പലതും ഉണ്ട്. പലരിൽ നിന്നും കടന്നു വന്നത് ഇസ്ലാമും അതുമായി ബന്ധമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം എന്നും കൂടി സാന്ദർഭികമായ അവസരത്തിൽ ഉണർത്തുകയാണ്. ഏതായാലും സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹാനായ ഹുദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിച്ചു തന്നതിലൂടെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് മനസ്സിലായി. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, പാലിക്കണം. ഇസ്ലാമിക പ്രബോധന രംഗത്ത് വിശിഷ്യ നമ്മളാലാവുന്ന സേവനങ്ങൾ ചെയ്യണം. എല്ലാ അർത്ഥത്തിലും പ്രവാചകന്മാരുടെ പാതയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് എന്നോട് നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ നിലക്ക് അവന്റെ കൽപ്പനകളെ ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലവരായ ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ലവരായ നിലക്ക് ലോകത്തോട് വിട പറയുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പരിശുദ്ധ റമളാനാണ് വരാൻ പോകുന്നത്. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും ആഫിയത്ത് നൽകിക്കൊണ്ട് നീ ഞങ്ങൾക്ക് കരുത്ത് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള മുത്തഖിയും മുഅ്മിനും മുവഹ്ഹിദുമായി കൊണ്ട് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് വിധിക്കണമേ നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.